ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നറുനീണ്ടി സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നറുനീണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും. മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകുക. വെള്ളത്തിലിട്ട് കഴുകുമ്പോഴേക്കും കുറച്ച് ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ സാധനം കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള അഴുക്ക് പോകുള്ളൂ. ഇതാണ് നറുനീണ്ടി കിഴങ്ങ് അല്ലെങ്കിൽ നന്നാരി. ഇതാണ് സംഭവം. നമ്മളിങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തായ് വേര് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും. ഇതിൻ്റെ തായ് വേര് ഇതേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് തന്നെ സാധനം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇത് കളയണം. ഇത് പെട്ടെന്ന് കളയണമെന്നുണ്ടെങ്കിൽ അരകല്ലിലിട്ടൊക്കെ കുത്തണം, അല്ലെങ്കിൽ നന്നായിട്ട് കുതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പോന്നോളും. ആ വേരെടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു കുത്തലുണ്ടാവും. അതുകൂടാണ്ട് ഈ വേരിൽ ഒരുപാട് അഴുക്കുണ്ടാവും. ഈ അഴുക്കൊക്കെ നമ്മൾ കളയണം. അപ്പോൾ നന്നായിട്ട് കഴുകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കുതിർത്തി വെക്കുക, എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, ഇത് മുഴുവൻ ചെളിയാണ്. ചെളി ഇരിക്കണം കണ്ടോ. അപ്പോൾ കുതിർത്തി വെച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അഴുക്ക് പോരുള്ളൂ. കുതിർത്താണ്ട് ഒരിക്കലും നമ്മളിത് കഴുകരുത്. വെറുതെ കഴുകിക്കൊണ്ട് കാര്യമില്ല. നന്നായിട്ട് കുതിർത്തെങ്കിൽ മാത്രമേ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിയാവുള്ളൂ. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത ശേഷം മാത്രം നമുക്ക് ഇത് സിറപ്പാക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ക്ലിയർ ആയില്ലേ? നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴുകുമ്പോൾ അതിൻ്റെ സ്മെല്ല് പോകും, അതിൻ്റെ ഗുണം പോകുന്നെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. നന്നായിട്ട് തിളപ്പിക്കുമ്പോഴേക്കും ഇതിലെ എല്ലാ സത്തും പോകുന്നോളും. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ നറുനീണ്ടി ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങി. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ച ഈ നറുനീണ്ടി ഇതിലേക്ക് ഇടാം. നന്നായി തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നല്ലതായിട്ട് ഇതിന്ന് മണം വന്ന് തുടങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. ഇനി നമുക്ക് നിർത്തിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ചെറിയ അരിപ്പയില അല്ലെങ്കിൽ ഇതിനേലും ചെറിയ തുളയുള്ള അരിപ്പയില വേണം അരിക്കാനായിട്ട്. നന്നായിട്ട് അരിച്ചെടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് 1.5 കിലോ പഞ്ചസാര ചേർക്കാം. 1.5 കിലോ പഞ്ചസാര ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 1.5 കിലോ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കുക. നന്നായിട്ട് തിളക്കുമ്പോഴേക്കും പഞ്ചസാരയുടെ കരടും നറുനീണ്ടിയുടെ ആ ചെറിയ ചെറിയ പൊടികളും എല്ലാം കൂടി ഒരു സ്ഥലത്ത് അടിയാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ചിലവർക്ക് മുട്ടയുടെ വെള്ളം അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഒരു ചെറുനാരങ്ങ നീര്. ഇപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടില്ലേ, അത് ശരിക്കും തിളച്ച് ഒരു 2.5 ഗ്ലാസ് വെള്ളം ആവണ വരെ നമുക്കൊന്ന് തിളപ്പിക്കണം. പിന്നെ ചെറുനാരങ്ങ നീര് കുറച്ചും കൂടി മുട്ടയുടെ വെള്ളത്തിനേക്കാളും നല്ലത് ചെറുനാരങ്ങ നീരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്മെല്ലിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും ചെറുനാരങ്ങ നീര് ഇടുമ്പോൾ. ഞാൻ 2 പ്രാവശ്യം അരിച്ചിട്ടത് കൊണ്ട് അഴുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കണ്ടോ, കുറച്ചേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ നറുനീണ്ടി സർബത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ആ ഒരു സിറപ്പിൻ്റെ രൂപത്തിലേക്കായി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് കണ്ടിട്ടുണ്ടോ? നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതാണ് സിട്രിക് ആസിഡ്. ഇത് ഒരു ഉപ്പ് പരല് പോലെ ഇരിക്കും. ഇതേ സ്പൂണിൽ കണ്ടോളൂ. ഇത് ഉപ്പ് പരല് പോലെ ഇരിക്കും. നമ്മൾ നാക്കത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പുളിപ്പായിരിക്കും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് അധികം ഇടാൻ പാടില്ല. ഒരു ഇത്തിരി
ഞാനിപ്പോൾ സ്പൂണിൻ്റെ കണ്ടോ ഇത്തിരി എടുത്തിട്ടുള്ളൂ, ഒരു 3 നുള്ള് എടുത്തിട്ടുള്ളൂ. അധികം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഇതിട്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ, ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ കുത്തലൊന്ന് കുറയുകയും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സിട്രിക് ആസിഡ് ചേർത്ത് കൊടുക്കാം. സിട്രിക് ആസിഡ് അത്ര പ്രശ്നക്കാരനൊന്നുമല്ല. സിട്രിക് ആസിഡ് ചേർത്ത ഉടനെ തന്നെ ഞാനത് നിർത്തി. ഇനി അത് തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുകൊണ്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുലുക്കി സർബത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ കറുത്ത കസ്കസ് എടുത്ത് വെള്ളത്തിലിടാം. വെളുത്ത കസ്കസ് മസാലയാണ്, മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും. കറുത്ത കസ്കസാണ് ഈ സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കറുത്ത കസ്കസാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. നിങ്ങൾക്ക് മൂടി നല്ല ടൈറ്റായിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചോറും പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൂടി ടൈറ്റായിട്ടുള്ള ഏത് ചോറും പാത്രം വേണമെങ്കിലും ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ടൈറ്റ് ആവണം. കുലുക്കാൻ വേണ്ടിയുള്ളതാണ്. കുലുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊന്നും തെറിച്ച് പോകരുത്. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു പാത്രം എടുക്കുക. ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് സർബത്ത് നമുക്ക് അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് മധുരം എത്ര വേണം അതനുസരിച്ച് സർബത്ത് ഒഴിക്കുക. ഞാൻ തണുക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നതാണ്. ഇനി ആവശ്യത്തിന് ചെറുനാരങ്ങ ഒഴിക്കുക. നിങ്ങളുടെ പുളിക്കനുസരിച്ച് 1 or 2 ചെറുനാരങ്ങ ഒഴിക്കാം. അതായത് 1 മുറിയോ അല്ലെങ്കിൽ 2 മുറി. ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിയുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമല്ല ഒഴിക്കുന്നത്, ഐസാണ്. ഒരു ഗ്ലാസ് ഫുള്ളായിട്ടുള്ള ഐസ് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഐസ് ഇടുക. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് കുലുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ വെച്ച് കുലുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് ഞാനൊന്നും കൂടി പറയുകയാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കാം. ഈ ഐസ് ശരിക്കും വെള്ളമാവണം, ആ രീതിയിൽ നമ്മൾ കുലുക്കണം. അപ്പോൾ ഇങ്ങനെ ഐസ് വെള്ളമാവുന്ന രീതിയിൽ കുലുക്കണോണ്ടാണ് കുലുക്കി സർബത്ത് എന്നുള്ള പേര് വന്നേക്കണത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുലുക്കി ഐസ് മുഴുവൻ മെൽറ്റ് ആവണ വരെ കുലുക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ കുലുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പാത്രമൊക്കെ ശരിക്കും പുറത്തൊക്കെ ആ പാത്രം തന്നെ ഐസായി എൻ്റെ കൈ ഒരു പരുവായി. കണ്ടോ, നന്നായിട്ട് പതപത പോലെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കണ്ടോ, ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നാരങ്ങ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കസ്കസ്, ഇഷ്ടമുള്ളവർക്ക് കസ്കസ് ഇട്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കസ്കസ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുലുക്കുന്ന സമയത്ത് കസ്കസ് ചേർക്കാം. കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് മൊത്തത്തിൽ പൊന്തി കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുലുക്കി സർബത്ത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നന്നായിട്ട് കുലുക്കി നോക്കുക. കുലുക്കി നമ്മുടെ കൈക്കൊക്കെ വേദന എടുക്കും. ആ രീതിയിൽ നമ്മൾ കുലുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.